നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കരുത്തുറ്റ സന്ദേശവുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ജനങ്ങൾ UAEക്കൊപ്പം ഒരുമിച്ചു നിൽക്കുന്നു. UAE ഒരു മാതൃകയാണ്. മുൻപത്തേതിനേക്കാൾ കരുത്തോടെ UAE ഉയരുമെന്നും UAEയിൽ എല്ലാം സാധാരണ നിലയിലാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. UAE മനോഹരമായ നാടാണ്. അതുകണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിക്കരുതെന്നും പ്രസിഡന്റ് സന്ദേശത്തിൽ പറയുന്നു. അബുദാബി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മുന്നറിയിപ്പ്. الله يحفظ الإمارات ويحفظ أهلها ويحفظ اللي فيها بالعز والأمان، وأوعد الجميع ترانا بنظرة أقوى فيها من الناس المخلصين اللي الواحد يتشرف أن ينتمي لها الدولة. صحيح. أريد أشكر المؤسسة العسكرية على دورها، واجبها ودورها المميز اللي طلعت فيه في أثناء هذه الحرب، وأشكر المؤسسات الأمنية الباقية، وزارة الداخلية، أجهزة الأمن، الدفاع المدني، ويعذرني الباقين إذا ما ذكرت أساميهم. അതിനിടെ മിസൈൽ ആക്രമണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി. മിസൈൽ ജനവാസ മേഖലയിൽ അല്ല പതിച്ചിരിക്കുന്നത്. മുഹമ്മദ് റയീസാണ് ദുബായിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. റയീസ്, UAE പ്രസിഡന്റിന്റെ സന്ദേശം നമ്മൾ കണ്ടു. ഇറാൻ പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരുന്നത് അയൽ രാജ്യങ്ങളെ നമ്മൾ ആക്രമിക്കില്ല എന്ന രീതിയിലായിരുന്നു. നേരത്തെ നടത്തിയ ഇറാന്റെ ആക്രമണങ്ങളിൽ ഇറാൻ അത് ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു ഇറാൻ പ്രസിഡന്റ്. പക്ഷേ അതിനുശേഷവും തുടർച്ചയായ ചില ആക്രമണ വാർത്തകളാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത്. സൗദിയിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന് ഒക്കെ വരുന്നു. UAEയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്താണ് ഗൾഫ് മേഖലയിലെ ഇപ്പോഴത്തെ സാഹചര്യം? ഇറാൻ പ്രസിഡന്റ് ക്ഷമാപണമൊക്കെ നടത്തി. ഇനി ആക്രമണം ഉണ്ടാകില്ല, ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രം തിരിച്ചാക്രമിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ആക്രമണം എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് UAEയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. അതിന് പിന്നാലെ ആക്രമണം ഉണ്ടായി, അതിനെ ചെറുത്തു. ശേഷം ദുബായ് മറീന ഏരിയയിൽ ഈ ഡ്രോണിന്റെയും മിസൈലുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ പതിച്ച് അവിടെ ഇപ്പോൾ ഒരു ചെറിയ തോതിലുള്ള ഒരു ജാഗ്രത വലിയ തോതിൽ ഉയർത്തുകയും ഒപ്പം അവിടെ ചെറിയൊരു സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെയും ഏർപ്പെടുത്തി അവിടെ ഈ അവശിഷ്ടങ്ങളൊക്കെ നീക്കുന്ന ഒരു ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് UAEയുടെ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്ന വിവരമാണ്. അപ്പോൾ ആ നിലയ്ക്ക് UAEയിൽ ആക്രമണം ഉണ്ടായി. സൗദിയിലെ ആക്രമണ വിവരങ്ങൾ പുറത്തു വന്നു. ഒപ്പം തന്നെ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ നിരന്തരമായി ഇത്തരത്തിൽ അലാം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പല മേഖലകളിലും ആക്രമണം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിലല്ല എന്നാണ് നിലവിൽ ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. നേരത്തെ ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസമൊക്കെ ജനവാസ മേഖലയിൽ അതിനോട് അടുത്ത് ഈ ആക്രമണത്തിന്റെ അലയൊലികൾ എത്തുകയും അത് നാശം വിതയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ആ ജനവാസ മേഖലയിലല്ല എന്ന് കൂടി നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ ആക്രമണം നിർത്തുകയാണ്, തങ്ങൾ ഇനി ഇങ്ങോട്ട് ആക്രമിച്ചാലേ അങ്ങോട്ട് ആക്രമിക്കുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിനകത്ത് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിനുശേഷം ആക്രമണം ഉണ്ടായതായി ഗൾഫ് രാജ്യങ്ങൾ ഓരോന്നും ഇങ്ങനെ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പാർലമെന്റ് അംഗങ്ങൾ പലരും, ഇറാനിലെ പല നേതാക്കൾ ഇവരൊക്കെയും ഇല്ല, ആക്രമണം നിർത്തില്ല, എത്രത്തോളം സമയം US-ന് ഇടം അവരുടെ മണ്ണിൽ നൽകുന്നു, ഏതൊക്കെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അവരുടെ മണ്ണിൽ ഇടം നൽകുന്നു അവിടെയൊക്കെയും ആക്രമണം ഉണ്ടാകും എന്ന നിലയിൽ മറ്റു പല നേതാക്കളും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. എന്തായാലും UAE സംബന്ധിച്ചിടത്തോളം അവർ UAEയുടെ പ്രസിഡന്റ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിലുള്ള വിശ്വാസം, ഭരണാധികാരികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, അതൊക്കെയും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. UAE വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ആ മനോഹാരിത കണ്ട് UAE പെട്ടെന്ന് കീഴ്പ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ UAE വളരെ ശക്തമാണ്. ആ ശക്തമായിട്ടുള്ള രാജ്യം ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യും. ഒപ്പം തന്നെ ഇവിടെ ജീവിക്കുന്നവരെല്ലാം ഈ രാജ്യക്കാരാണ്. അവർക്ക് മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളുടെ പൗരന്മാർ എന്ന രീതിയിലല്ല കാണുന്നത്. ആ രീതിയിൽ ശക്തമായ സന്ദേശം UAE പ്രസിഡന്റ് നൽകുന്നുണ്ട്. റഹീസ്, ഒരു കാര്യം കൂടി, ഗൾഫ് മേഖലയിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇതെല്ലാം നേരത്തെ തന്നെ CBSE ഗൾഫ് മേഖലകളിലെ
ഗൾഫ് മേഖലയിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കാതിരുന്ന പരീക്ഷകളാണ് ഇന്ന് മാറ്റിയിരിക്കുന്നത്. 10ാം തീയതി യോഗം ചേർന്ന് പരീക്ഷകളിൽ തുടർ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അയൽ രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഇറാൻ. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ല എന്നും നേരിട്ട് ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണം എന്നുമാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. ഇതിനിടെ താൽക്കാലികമായി അടച്ചിട്ട ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഗൾഫ് മേഖലയിലേക്ക് അമേരിക്കൻ കപ്പലുകൾ പ്രവേശിക്കരുത് എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലേക്ക് പ്രവേശിക്കുന്ന അമേരിക്കൻ കപ്പലിനെ കടലിൽ മുക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താവിന്റെ മുന്നറിയിപ്പ്. ബഹ്റൈനിൽ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാൻ വ്യക്തമാക്കി. ജുഫൈറിലുള്ള US ബേസിലേക്കാണ് ആക്രമണം നടന്നതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു. ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ സമ്പൂർണ്ണ നാശമാണ് ലക്ഷ്യമിടുന്നത് എന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളോട് ഇറാൻ മാപ്പ് പറഞ്ഞത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശ്രമഫലമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഇനി മുതൽ മധ്യപൂർവേഷ്യയുടെ പരാജിതർ എന്നറിയപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയല്ലാതെ എണ്ണ ഇറക്കുമതി 10% വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. 60% ഇറക്കുമതി 70%ആക്കി ഉയർത്തി. ഇന്ധനവില വർദ്ധിപ്പിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. ഇന്ത്യയിലേക്കുള്ള LNG വിതരണം പുനരാരംഭിക്കുമെന്ന് ഖത്തർ ഉറപ്പു നൽകിയതായും കേന്ദ്രം അറിയിച്ചു. നിയമലംഘനം നടത്തിയ 4 ഉംറ സർവീസ് കമ്പനികൾക്കെതിരെ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ കർശന നടപടി. തീർത്ഥാടകർക്ക് നൽകേണ്ട സേവനങ്ങളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ഈ കമ്പനികളുടെ പ്രവർത്തനം മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷയും സേവന നിലവാരവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയത്തിന്റെ ഈ നടപടി. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർക്ക് സേവനം നൽകുന്ന 4 പ്രധാന കമ്പനികൾക്കെതിരെയാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളും ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. തീർത്ഥാടകരുടെ യാത്രാരേഖകളിലും താമസ സൌകര്യങ്ങളിലും ഗുരുതരമായ വീഴ്ചകൾ ഈ കമ്പനികൾ വരുത്തിയതായി കണ്ടെത്തി. ഇതിൽ 2 കമ്പനികൾ ഉംറ തീർത്ഥാടകരുടെ ഗ്രൂപ്പ് ലിസ്റ്റിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതായി പരിശോധനയിൽ കണ്ടെത്തി. മറ്റു 2 കമ്പനികൾ നേരത്തെ അംഗീകരിച്ചിരുന്ന കരാർ പ്രകാരമുള്ള താമസ സൌകര്യങ്ങൾ തീർത്ഥാടകർക്ക് ലഭ്യമാക്കിയില്ല എന്നതും നടപടിക്ക് കാരണമായി. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സേവനങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതിനും വേണ്ടിയുള്ള കർശനമായ നിരീക്ഷണം തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കണമെന്നും കരാറുകളിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണമെന്നും എല്ലാ ഉംറ സർവീസ് ഏജൻസികൾക്കും മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. 24 ജിദ്ദ. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിച്ച KP നമ്പൂതിരീസ് പിങ്ക് മിഡ് നൈറ്റ് റൺ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 15 മുതൽ 30 വയസ്സുവരെയുള്ള വിഭാഗത്തിൽ റീബ ആൻഡ് ജോർജ് 1ാം സ്ഥാനം നേടി. CR നിത്യ 2ാം സ്ഥാനവും അതുല്യ ഉദലയൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. നല്ലൊരു കയ്യടി എല്ലാവരും. 30 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ TP ആശ 1ാം സ്ഥാനം നേടി. ജസീനയ്ക്കാണ് 2ാം സ്ഥാനം. രാജലക്ഷ്മി 3ാം സ്ഥാനം കരസ്ഥമാക്കി. കാറ്റഗറിയിൽ തന്നെയാണ് തേർഡ് വിന്നർ 21ാമത്തെ മിനിറ്റിൽ എത്തിയിരിക്കുന്നു. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 4ാം എഡിഷൻ നടന്നത്. എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. KP നമ്പൂതിരീസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസർമാർ. വിജയികൾക്ക് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം, നടി ഐശ്വര്യ ലക്ഷ്മി എന്നിവർ ചേർന്ന് സമ്മാനം വിതരണം ചെയ്തു. KP നമ്പൂതിരീസ് MD K ഭാവദാസൻ, ചലച്ചിത്ര താരം അതിഥി രവി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് അമൃത സുരേഷും സംഘവും ഒരുക്കിയ സംഗീത നിശയും അരങ്ങേറി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 വാഗ്ദാനങ്ങളുമായി UDF. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും.
കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമായി. സ്ത്രീകളെയും യുവാക്കളെയും കൂടെ നിർത്തി വോട്ടുറപ്പിക്കാൻ 5 പദ്ധതികളുമായാണ് UDF കളത്തിലിറങ്ങുന്നത്. പുതുയുഗ യാത്രയുടെ സമാപന വേളയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ രാജസ്ഥാൻ മോഡൽ ആരോഗ്യ ഇൻഷുറൻസ്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ പരിരക്ഷ. യുവ സംരംഭകർക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് തുടങ്ങുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. So we have 5 guarantees which we are proposing for the people of Kerala. Is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college going girl students. Welfare pensions increased to 3,000 rupees a month. So we are going to name the new health insurance scheme for Kerala after Oman Chandiji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. Dedicated ministry for senior citizens' welfare. We are providing this protection to the people of Kerala. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ ചേർത്തുപിടിച്ച് UDF മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, സങ്കടങ്ങളുമായി ജീവിക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചുവരും. കേരളം UDF പിടിക്കുമെന്ന് സണ്ണി ജോസഫ്. 100 സീറ്റിലേറെ നേടി UDF അധികാരത്തിലെത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 10 കൊല്ലം മുമ്പുള്ള UDF സർക്കാരിനെ കുറിച്ച് ഇപ്പോൾ പരസ്യം കൊടുക്കുന്നത് സർക്കാരിന് സ്വന്തമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന വേദിയായി പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം മാറി. 24 തിരുവനന്തപുരം. പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് നിയന്ത്രിക്കുന്നതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി നിയന്ത്രിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ CPIയും BJPയും ശത്രുക്കളല്ല, CJP എന്നും രാഹുൽ ഗാന്ധി. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം തുടങ്ങിയത്. ഇന്ത്യയിലെ കാർഷിക രംഗത്തെയും വിവരശേഖരണത്തെയും മോദി അമേരിക്കയ്ക്ക് വിറ്റു. എഫ്സ്റ്റീൻ ഫയലിലെ ചിലത് US പുറത്തുവിടുമെന്ന് മോദി ഭയപ്പെടുന്നെന്നും രാഹുൽ ഗാന്ധി. I am confident that Narendra Modi would not sell the Indian farmer Indian data under normal circumstances. The only reason the Prime Minister has done this deal is because the Prime Minister of India has been compromised. There are 3.5 million Epstein files have still not been revealed. And the Prime Minister of India is terrified that the United States will release those files. മോദിയെ ട്രംപ് നിയന്ത്രിക്കുന്നതുപോലെ മോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന CBIയും EDയും മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടുന്നില്ല. കേരളത്തിൽ BJPയും CPIയും ശത്രുക്കളല്ലെന്നും രാഹുൽ ഗാന്ധി. That Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. The CBI and the ED take action against opposition politicians, but do not take action against the Chief Minister of Kerala. In fact, in Kerala, it is not the CPM and the BJP. It is the CJP that they are partners. ശബരിമലയിലെ സ്വർണം കട്ടതിന് നിരവധി CPIM നേതാക്കൾ ജയിലിലായി. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റ് തകർന്നു. 6 പേർ കുടുങ്ങി. സുരക്ഷാ ജീവനക്കാരെത്തി 6 പേരെയും പുറത്തിറക്കിയിട്ടുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റിനാണ് ഒരു സാങ്കേതിക തകരാർ സംഭവിച്ചത്. 6 പേരാണ് അല്പസമയം മുന്നേ കുടുങ്ങിക്കിടന്നത്. ഇപ്പോൾ ഈ 6 പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
സുരക്ഷാ ജീവനക്കാരെത്തിയാണ് താക്കോലിട്ട് ഈ ലിഫ്റ്റ് തുറന്ന് 6 പേരെയും പുറത്തിറക്കിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ മറ്റു പ്രശ്നങ്ങളില്ല. ഈ സാങ്കേതിക തകരാർ നിലവിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ എന്താണൊരു പ്രശ്നം അല്ലെങ്കിൽ എന്താണ് സാങ്കേതിക തകരാർ എന്നുള്ളത് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ അധിക നേരം വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണോ ഈ തകരാറിന് കാരണം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് സൂചന. ഇപ്പോൾ ഈ കുടുങ്ങിക്കിടന്ന 6 പേരെയും, അത് രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് കുടുങ്ങിക്കിടന്നത്, അവരെ 6 പേരെയും പുറത്തിറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് ലിഫ്റ്റിന് തകരാറുണ്ടായത്. ആശ്വാസകരമായ വാർത്ത, കുടുങ്ങിയ 6 പേരെയും രക്ഷിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. മേഘനാ മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഷീ ഷൈൻസ് പരിപാടി സംഘടിപ്പിച്ച വിൻസ്മേര ജുവൽസ്. കണ്ണൂരിലുള്ള വിൻസ്മേര ജുവൽസിന്റെ ആഭരണ നിർമ്മാണ ഫാക്ടറിയിൽ സ്ത്രീകൾ സ്വന്തമായി പൂർത്തിയാക്കിയ അതിമനോഹരമായ സ്വർണ്ണാഭരണങ്ങളാണ് പരിപാടിയിൽ അവതരിപ്പിച്ചത്. ഈ ആഭരണങ്ങൾ നിർമ്മിച്ച വനിതാ തൊഴിലാളികളെ പ്രത്യേകമായി ആദരിച്ചു. ഡിസൈൻ മുതൽ മോൾഡിംഗ്, ക്രാഫ്റ്റിംഗ്, പോളിഷിംഗ്, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ തുടങ്ങി ഫിനിഷിംഗ് വരെ എല്ലാം സൂക്ഷ്മമായ ഘട്ടത്തിലും സ്ത്രീകൾ മാത്രമാണ് പങ്കുചേർന്നിട്ടുള്ളത്. പരമ്പരാഗതമായി പുരുഷാധിപത്യമുള്ള ഈ മേഖലയിൽ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും സ്ത്രീകൾ തന്നെ പൂർത്തിയാക്കിയെന്നത് ഈ പ്രദർശനത്തെ വേറിട്ടു നിർത്തുന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, വിൻസ്മേര വൈസ് ചെയർമാൻ അനിൽ കമ്പത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കമ്പത്ത്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മനോജ് PB എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വനിതകൾ മാത്രം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് അത് ഫിനിഷിംഗ് ആക്കിയിട്ടുള്ള കുറച്ച് ആഭരണങ്ങൾ പ്രദർശിപ്പിക്കാനും അവരുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഈ മേഖലയിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും, പിന്നെ നമ്മുടെ വിൻസ്മേര ഗ്രൂപ്പ് തന്നെ ഏകദേശം 40-50% സ്ത്രീകളെ എത്തിക്കണം. കാരണം അവരുടെ പ്രവർത്തനത്തിൻ്റെ ആ മികവ് നമുക്ക് കൂടെ കിട്ടേണ്ട അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒന്ന് സംഘടിപ്പിച്ചതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.